ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന പോർഷൻ വോൾട്ടേജ് സ്റ്റെബിലൈസറിനെ കുറിച്ചാണ്. ഇലക്ട്രോണിക് സർക്യൂട്ടിലൂടെ വൈദ്യുതി വിതരണത്തെ നിയന്ത്രിക്കുന്ന ഒരു ഉപകരണമാണ് വോൾട്ടേജ് സ്റ്റെബിലൈസർ. ഉയർന്ന ഇൻപുട്ട് സപ്ലൈ വോൾട്ടേജിലെ വ്യത്യാസം കണക്കിലെടുക്കാതെ സ്ഥിരമായ ഔട്ട്പുട്ട് വോൾട്ടേജ് നൽകുന്നു. ഇൻപുട്ട് വോൾട്ടേജ് വളരെ കുറവോ വളരെ കൂടുതലോ ആണെങ്കിൽ ഔട്ട്പുട്ട് സർക്യൂട്ടിനെ ഡിസ്കണക്റ്റ് ചെയ്യുന്നു. ഓരോ ഇലക്ട്രിക്കൽ ഉപകരണവും ഒപ്റ്റിമൽ കാര്യക്ഷമതയ്ക്കും സേവനത്തിൻ്റെ പരമാവധി ദൈർഘ്യത്തിനും ഒരു നിശ്ചിത റേറ്റ് ചെയ്ത വോൾട്ടേജിൽ പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് പവർ സപ്ലൈ വോൾട്ടേജുകൾ വോൾട്ടേജ് റേറ്റിൻ്റെ 5% കൂടുതൽ കുറയുകയോ ഉയരുകയോ ചെയ്യരുത്. സാധാരണയായി ഉപയോഗിക്കുന്ന വൈദ്യുത ഉപകരണങ്ങളിലെ വോൾട്ടേജ് വ്യതിയാനങ്ങളുടെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. 1. ഒരു ഇൻകാൻഡസെൻ്റ് ലാമ്പ് ലോ വോൾട്ടേജിലാണെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി കുറയുന്നു. ഹൈ വോൾട്ടേജിലാണ് ഇത് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ലൈഫ് കുറയുന്നു. 2. ഫ്ലൂറസെൻ്റ് ലാമ്പ് ലോ വോൾട്ടേജിലാണെങ്കിൽ ശരിയായി പ്രകാശിക്കില്ല. ഹൈ വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ട്യൂബിൻ്റെയും ചോക്കിൻ്റെയും ലൈഫ് കുറയുന്നു. അടുത്തത് ഇലക്ട്രിക് സ്റ്റൗ, ഇലക്ട്രിക് അയൺ, വാട്ടർ ഹീറ്റർ, ടോസ്റ്റർ എക്സെട്ര. ഇതൊക്കെ ലോ വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഹീറ്റിംഗ് ടൈം കൂടുകയും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയുകയും ചെയ്യുന്നു. ഇതൊക്കെ ഹൈ വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഹീറ്റിംഗ് എലമെൻസിൻ്റെ ലൈഫ് കുറയുകയും കൂടാതെ ഹീറ്റിംഗ് എലമെൻറ്റ്സ് കത്തിപ്പോവാനും ഇടയാക്കും. അടുത്തത് ഫാൻസ്, വാക്വം ക്ലീനർസ്. ലോ വോൾട്ടേജിലാണ് ഇത് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ എഫിഷ്യൻസി കുറയും. ഹൈ വോൾട്ടേജിലാണ് ഇത് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ലൈഫും കുറയും. അടുത്തത് വാഷിംഗ് മെഷീൻസ്, റെഫ്രിജറേറ്റർസ് ആൻഡ് എയർ കണ്ടീഷണർസ്. ലോ വോൾട്ടേജിലാണ് ഇത്തരം മെഷീൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇവയുടെ മോട്ടോറുകൾക്ക് അത്യാവശ്യം വേണ്ട കറണ്ട് ലഭിക്കാതെ വരികയും കൂടുതൽ ഹീറ്റാവുകയും ഒപ്പം കത്തിപ്പോവുകയും ചെയ്യും. ഇത്തരം മെഷീനുകൾ ഹൈ വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇതിനോടൊപ്പം ഹൈ കറൻറ്റും വന്നു ചേരുന്നു. അങ്ങനെ മോട്ടോർ വൈൻഡിങ് ഇൻസുലേഷൻ ഹീറ്റാകുന്നു. ഇതുമൂലം വൈൻഡിങ് കത്തിപ്പോകാനും ഇടയാക്കും. അടുത്തത് റേഡിയോസ് ആൻഡ് ടെലിവിഷൻ സെറ്റ്സ്. ഇവ ലോ വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ശരിയായ രീതിയിൽ കേൾക്കുവാനോ കാണുവാനോ കഴിയുകയില്ല. വോൾട്ടേജിലാണ് റേഡിയോയും ടെലിവിഷനും വർക്ക് ചെയ്യുന്നതെങ്കിൽ അവയുടെ ലൈഫ് കുറയുകയും ചെയ്യുന്നു. ഇവിടെയാണ് വോൾട്ടേജ് സ്റ്റെബിലൈസറിൻ്റെ ആവശ്യകത കൂടുന്നത്. അടുത്തത് ടൈപ്സ് ഓഫ് AC വോൾട്ടേജ് സ്റ്റെബിലൈസേഴ്സ്. 1. സ്റ്റെപ്പഡ് വോൾട്ടേജ് സ്റ്റെബിലൈസർ. ഇതിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു: മാനുവൽ എന്നും ഓട്ടോമാറ്റിക് റിലേ ടൈപ്പ് എന്നും. 2. സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസർ. 3. കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോർമർ. 1. സ്റ്റെപ്പഡ് വോൾട്ടേജ് സ്റ്റെബിലൈസർ. സ്റ്റെപ്പഡ് വോൾട്ടേജ് സ്റ്റെബിലൈസറിൽ വോൾട്ടേജ് ഔട്ട്പുട്ട് നിയന്ത്രിക്കുന്നതിന് ഒരു ഓട്ടോ ട്രാൻസ്ഫോർമർ ഉപയോഗിക്കുന്നു. ഈ ട്രാൻസ്ഫോർമറിനോടൊപ്പം കണക്ട് ചെയ്തിരിക്കുന്ന മാനുവൽ സ്വിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുന്നു. ഓട്ടോമാറ്റിക് റിലേ സ്റ്റെബിലൈസറുകളിൽ ഒരു സെൻസിങ് സർക്യൂട്ട് ഔട്ട്പുട്ട് വോൾട്ടേജിനെ നിയന്ത്രിക്കുന്നു. അടുത്തത് ബ്ലോക്ക് ഡയഗ്രം ഓഫ് വോൾട്ടേജ് സ്റ്റെബിലൈസർ. ഇതിൽ കാണിച്ചിരിക്കുന്ന മെയിൻസ് TXനെ കുറിച്ചാണ് വിശദീകരിക്കാൻ പോകുന്നത്. മെയിൻസ് TX എന്ന് വെച്ചാൽ മെയിൻസ് ട്രാൻസ്ഫോർമർ എന്നാണ്. ഈ ട്രാൻസ്ഫോർമർ 2 ലെവൽ സപ്ലൈ വോൾട്ടേജ് നൽകുന്നു. അതായത് കുറഞ്ഞ വോൾട്ടേജ്, ഉയർന്ന വോൾട്ടേജ് ആവശ്യങ്ങൾക്കനുസരിച്ച് വിതരണം ചെയ്യുന്നു.
ലോഡ് ആവശ്യകതകൾക്കായി പ്രത്യേക ആപ്ലിക്കേഷനിലേക്കുള്ള ബക്ക് ബൂസ്റ്റ് പ്രവർത്തനത്തിൽ സ്റ്റെബിലൈസർ പ്രവർത്തിക്കുന്നു. മെയിൻസ് ട്രാൻസ്ഫോർമർ കൺട്രോൾ സർക്യൂട്ടിലേക്കുള്ള സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നു. കൺട്രോൾ സർക്യൂട്ട് സാധാരണ വോൾട്ടേജ് സ്റ്റെബിലൈസറുകളിൽ കൺട്രോൾ സർക്യൂട്ട് റിലേ പ്രവർത്തനം പരിഗണിക്കാതെ ഔട്ട്പുട്ട് വോൾട്ടേജ് നിയന്ത്രിക്കുന്നു. ഇൻപുട്ട് വോൾട്ടേജ് സെറ്റ് വോൾട്ടേജിന് താഴെയാകുമ്പോൾ HT സൈഡ് റിലേ പ്രവർത്തിക്കുകയും ഉയർന്ന വോൾട്ടേജ് ആകുമ്പോൾ LT സൈഡ് റിലേ പ്രവർത്തിക്കുകയും നിശ്ചിത ഓപ്പറേറ്റ് വോൾട്ടേജുകൾ നിലനിർത്തുകയും ചെയ്യും. പ്രത്യേക DC നിയന്ത്രിത വോൾട്ടേജ് ലെവലുകൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന റിലേ കോയിൽ റിലേ പ്രവർത്തനം നിയന്ത്രിക്കുന്നു. അടുത്തത് റിലേ. ഈ റിലേ 2 വ്യത്യസ്ത കോയിൽ വോൾട്ടേജിൽ പ്രവർത്തിക്കുന്നു. ഇത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റിലേയാണ്. ഏത് റിലേ ആണ് പ്രവർത്തിക്കേണ്ടതെന്ന് DC കോയിൽ വോൾട്ടേജ് തീരുമാനിക്കുന്നത് ട്രാൻസ്ഫോർമറിന് നൽകിയ ഇൻപുട്ട് AC വോൾട്ടേജിനെ ആശ്രയിച്ചിരിക്കുന്നു. ഓട്ടോമാറ്റിക് അല്ലാത്ത വോൾട്ടേജ് സ്റ്റെബിലൈസർ DC വോൾട്ടേജ് ഫീഡ്ബാക്ക് അളവിൽ എടുക്കുന്നു. ഇതിൽ റിലേ കോയിൽ പ്രവർത്തിക്കുന്നു. ഓട്ടോമാറ്റിക് അല്ലാത്ത വോൾട്ടേജ് സ്റ്റെബിലൈസർ DC വോൾട്ടേജ് ഫീഡ്ബാക്ക് അളവിൽ എടുക്കുന്നു. ഇതിൽ റിലേ കോയിൽ പ്രവർത്തിക്കുന്നു. കുറഞ്ഞതും ഉയർന്നതുമായ വോൾട്ടേജ് AC ഇൻപുട്ട് അവസ്ഥകളിൽ റിലേ ആക്ടിവേറ്റ് ആകുന്നതിന് കോയിൽ DC വോൾട്ടേജ് 2 വ്യത്യസ്ത വോൾട്ടേജിലായിരിക്കും. അടുത്തത് ലോഡ്. ലോഡ് എന്നുള്ളത് സ്റ്റെബിലൈസറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന എന്തും ആകാം. ചില വൈദ്യുത ഉപകരണങ്ങൾക്ക് പ്രവർത്തിക്കാൻ സ്ഥിരമായ ഇൻപുട്ട് വോൾട്ടേജ് ആവശ്യമാണ്. അത്തരം സന്ദർഭങ്ങളിൽ ഒരു സ്റ്റെബിലൈസർ ആവശ്യമാണ്. എന്നാൽ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസറിൽ ഒരു ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഒരു വോൾട്ടേജിൽ നിന്നും മറ്റൊരു വോൾട്ടേജിലേക്ക് മാറാൻ കുറച്ച് സെക്കൻഡുകൾ എടുക്കും. അടുത്തത് സ്റ്റെപ്പഡ് വോൾട്ടേജ് സ്റ്റെബിലൈസർ, മാനുവൽ ടൈപ്പ്. ഇത്തരം സ്റ്റെബിലൈസറുകളിൽ ട്രാൻസ്ഫോർമറിൻ്റെ ടാപ്പ് വൈൻഡിങ്ങിനോടനുബന്ധിച്ച് ഫിറ്റ് ചെയ്തിരിക്കുന്ന സ്വിച്ച് മുഖേന ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും കഴിയും. സെറ്റ് വാല്യൂവിനടുത്തുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് ടാപ്പിംഗ് സ്വിച്ച് S2 ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുന്നതിലൂടെ സാധിക്കും. നോർമൽ ഡയറക്ഷനിൽ ±10% ഔട്ട്പുട്ട് വോൾട്ടേജ്. അടുത്തത് സ്റ്റെപ്പഡ് വോൾട്ടേജ് സ്റ്റെബിലൈസർ, ഓട്ടോമാറ്റിക് ടൈപ്പ്. ഒന്നിലധികം വൈൻഡിങ്ങുകളുള്ള ഒരു ഓട്ടോ ട്രാൻസ്ഫോർമറാണ് ഇതിൽ പ്രധാനമായി ഉപയോഗിച്ചിരിക്കുന്നത്. T1 എന്ന് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. ട്രാൻസ്ഫോർമറിൻ്റെ S1 S2 എന്ന സെക്കൻഡറി വൈൻഡിങ്ങുകൾ റിലേയുടെ വർക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. S2-ൽ നിന്നും കിട്ടുന്ന വോൾട്ടേജ് സെൻസിങ് സർക്യൂട്ടിൻ്റെ ഉപയോഗത്തിനായി ഫിൽട്ടർ ചെയ്യുന്നു. അതേസമയം S1-ൽ നിന്നും കിട്ടുന്ന വോൾട്ടേജ് റിലേ പ്രവർത്തനത്തിൻ്റെ ഉപയോഗത്തിനായി ഫിൽട്ടർ ചെയ്യുന്നു. P1 P2 എന്നിവ ഇതിൻ്റെ ക്രമീകരണത്തിനായി ഉപയോഗിക്കുന്ന പ്രീസെറ്റ് റെസിസ്റ്ററുകളാണ്, വേരിയബിൾ റെസിസ്റ്ററുകൾ. R1, P1, R2 എന്നിവ സെനർ ഡയോഡിന് സെൻസിങ് വോൾട്ടേജ് നൽകുന്നു. DZ1, DZ2 എന്നിവ 2 സെനർ ഡയോഡുകളാണ്. Q1, Q2 എന്നിവ സ്വിച്ചുകളായി ഉപയോഗിക്കുന്ന 2 ട്രാൻസിസ്റ്ററുകളാണ്. RL1 ആൻഡ് RL2 2 റിലേകളാണ്. R1, R2, R3, R4 എന്നിവ ലോഡ് റെസിസ്റ്ററുകളാണ്. ഇൻപുട്ട് വോൾട്ടേജ് കുറയുമ്പോൾ പ്രീസെറ്റ് ടാപ്പിങ്ങുകളിലെ വോൾട്ടേജുകൾ അവയുടെ സെനർ ഡയോഡ് വോൾട്ടേജുകളേക്കാൾ കുറവായതിനാൽ 200 വോൾട്ടിൽ കൂടുതൽ DZ1, DZ2 എന്നിവ പ്രവർത്തിക്കില്ല. ഇതുകാരണം 2 ട്രാൻസിസ്റ്ററുകൾ കട്ട് ഓഫ് ആകുകയും തന്മൂലം റിലേ ഓഫ് പൊസിഷനിലാവുകയും ചെയ്യുന്നു. ഈ റിലേകളുടെ ഓഫ് മൂലം 2 റിലേകളുടെയും കണക്റ്റിംഗ് ടെർമിനൽ R വഴി ഓട്ടോ ട്രാൻസ്ഫോർമറിലേക്ക് ഔട്ട്പുട്ട് സപ്ലൈ എത്തില്ല. ഇത് ബൂസ്റ്റർ ഔട്ട്പുട്ട് വോൾട്ടേജിന് കാരണമാകുന്നു. ഇൻപുട്ട് വോൾട്ടേജ് 210 വോൾട്ടിന് മുകളിലാകുമ്പോൾ
എന്നാൽ S1-ലുടനീളം 240 വോൾട്ടേജിന് താഴെയാകുമ്പോൾ ആനുപാതികമായി വർദ്ധിക്കുന്നു. ഇത് പ്രീ സെറ്റപ്പ് വോൾട്ടേജ് വർദ്ധിപ്പിക്കുന്നു. അതുവഴി സെനർ ഡയോഡ് DZ1-ൽ പ്രവർത്തനം നടക്കുന്നു. ഇതുവഴി ട്രാൻസിസ്റ്റർ Q1 ഓണായി മാറുന്നു. ഇതുമൂലം റിലേ RL1 NO വഴി ഔട്ട്പുട്ടിലേക്ക് നേരിട്ട് സപ്ലൈ വോൾട്ടേജ് എത്തിക്കുകയും ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുമൂലം RL1 ആൻഡ് R2 എന്നീ കോണ്ടാക്റ്റുകൾ നോർമലി ക്ലോസ്ഡ് ആവുകയും ഈ പ്രവർത്തനത്തിലൂടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിന് തുല്യമാവുകയും ചെയ്യുന്നു. ഇൻപുട്ട് വോൾട്ടേജ് 240 വോൾട്ടിന് മുകളിൽ വർദ്ധിക്കുമ്പോൾ സെനർ ഡയോഡ് DZ2 P2-ൽ നിന്ന് വോൾട്ടേജ് നേടുന്നു. അതിനാൽ Q2 ഓണാകുന്നു. ഈ റിസൾട്ട് RL2 എനർജൈസ് ചെയ്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് നോർമലി ഓപ്പൺ ആക്കി എടുക്കുന്നു. RL2-ൻ്റെ പോയിൻ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയ്ക്കുകയോ ബക്ക് ചെയ്യുകയോ ചെയ്യുന്നു. സാധാരണയായി കോണ്ടാക്റ്റുകളുടെ ആവശ്യമായ നിലവിലെ റേറ്റിങ്ങുകളുള്ള 12 വോൾട്ട് DC റിലേകൾ സ്റ്റെബിലൈസറുകൾക്കായി തിരഞ്ഞെടുക്കുന്നു. റിലേകൾ ഓഫാകുമ്പോൾ റിവേഴ്സ്ഡ് ഇൻഡ്യൂസ്ഡ് EMF-ൽ നിന്ന് ട്രാൻസിസ്റ്ററുകളെ പരീക്ഷിക്കുന്നതിന് റിലേ കോയിലുടനീളം ഡയോഡുകൾ അല്ലെങ്കിൽ കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നു. ബക്ക്, നോർമൽ, ബൂസ്റ്റ് തുടങ്ങിയ പ്രവർത്തന രീതിയെ സൂചിപ്പിക്കാൻ LED ഇൻഡിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട്. 200 മുതൽ 240 വോൾട്ടേജ് ഔട്ട്പുട്ട് നൽകുന്നതിന് സ്റ്റെപ്പ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസറുകൾ വിവിധ തരം ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ 1 മുതൽ 3 റിലേകൾ വരെ ഉപയോഗിക്കുന്നുണ്ട്. പരമാവധി ഇൻപുട്ട് വോൾട്ടേജ് വ്യതിയാനത്തിനും അവയുടെ ഔട്ട്പുട്ടിനുമായി 170 മുതൽ 270 വോൾട്ട് 1 kVA അല്ലെങ്കിൽ 135 മുതൽ 260 വോൾട്ട് 0.5 kVA വരെ kV റേറ്റിംഗ്സ് ഉണ്ട്. ബന്ധിപ്പിച്ച ഉപകരണങ്ങളെ പരീക്ഷിക്കുന്നതിന് ചില സ്റ്റെബിലൈസറുകൾക്ക് ഓവർ വോൾട്ടേജും അണ്ടർ വോൾട്ടേജ് കട്ട് ഓഫും നൽകിയിട്ടുണ്ട്. അടുത്തത് ഇതിൻ്റെ ആപ്ലിക്കേഷനുകൾ. റെഫ്രിജറേറ്ററുകൾ, എയർ കണ്ടീഷണറുകൾ, TVകൾ, VCR എന്നിവയ്ക്കൊപ്പം സ്റ്റെപ്പ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസറുകളും ഉപയോഗിക്കുന്നു. സ്വയം ഉൾക്കൊള്ളുന്ന സ്വിച്ച് മോഡ് പവർ സപ്ലൈകളുള്ള കളർ TVകൾക്ക് 130 മുതൽ 260 വോൾട്ട് വരെ പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനാൽ വോൾട്ടേജ് സ്റ്റെബിലൈസർ ആവശ്യമില്ല. അടുത്തത് സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസർ. സെർവോ സ്റ്റെബിലൈസറിൽ ഒരു ടൊറോയിഡൽ ഓട്ടോ ട്രാൻസ്ഫോർമറും വോൾട്ടേജ് സംവേദിക്കുന്ന സെൻസിങ് സർക്യൂട്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു സെർവോ മോട്ടറും ഉപയോഗിക്കുന്നു. ഔട്ട്പുട്ടും നോമിനൽ വോൾട്ടേജും തമ്മിലുള്ള വ്യത്യാസം ഒരു സെൻസിങ് സർക്യൂട്ട് ഉപയോഗിച്ച് സെർവോ മോട്ടോറിനെ ഡ്രൈവ് ചെയ്യിക്കുന്നു. മെയിനുകളിലെ ഏതെങ്കിലും വ്യതിയാനങ്ങൾ മോട്ടോർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ നീങ്ങാൻ കാരണമാകുന്നു. അങ്ങനെ വോൾട്ടേജ് ശരിയാക്കുന്നു. 3 ട്രാൻസ്ഫോർമറുകൾ നൽകിയിട്ടുള്ള സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസർ കൺട്രോൾ സർക്യൂട്ടുകൾക്കൊപ്പം പ്രവർത്തിക്കുന്നു. T1 എന്നത് ഒരു സെർവോ മോട്ടോർ പ്രവർത്തിപ്പിക്കുന്ന തുടർച്ചയായ വേരിയബിൾ ടൊറോയിഡൽ ഓട്ടോ ട്രാൻസ്ഫോർമർ ആണ്. ഇതിനെ വേരിയാക്ക് എന്നും പറയും. വേരിയാക്കിൽ നിന്നുള്ള ഔട്ട്പുട്ട് ഒരു സീരീസ് ബക്ക് അല്ലെങ്കിൽ ബൂസ്റ്റ് ട്രാൻസ്ഫോർമർ T2 ഡ്രൈവ് ചെയ്യുന്നു. വേരിയബിൾ ടാപ്പ് ആം മൂവ്സ് ഡൗൺ ആകുമ്പോൾ ബക്സ് വോൾട്ടേജ് ആം മൂവ്സ് അപ്പ് ആകുന്നു. ഇങ്ങനെ ബൂസ്റ്റ് നടക്കുന്നു. ട്രാൻസ്ഫോർമർ T2 മോട്ടോർ ഡ്രൈവ് ചെയ്യുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടിനായി ആവശ്യമായ വോൾട്ടേജും സെൻസിങ് വോൾട്ടേജും നൽകുന്നു. ഔട്ട്പുട്ട് വോൾട്ടേജ് ആവശ്യമായ വോൾട്ടേജിനേക്കാൾ കുറവായിരിക്കുമ്പോൾ
ഇലക്ട്രോണിക് സർക്യൂട്ട് വ്യത്യാസം മനസ്സിലാക്കുന്നു. മോട്ടോറിനെ ഒരു ദിശയിലേക്ക് നയിക്കുന്നു. ഇത് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ വർധനവിന് കാരണമാകുന്നു. റേറ്റിംഗിന് മുകളിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വർദ്ധിക്കുമ്പോൾ മോട്ടോർ എതിർദിശയിലേക്ക് നയിക്കപ്പെടുന്നതിനാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വർദ്ധിക്കുന്നു. ഔട്ട്പുട്ടിലെ വോൾട്ടേജ് വ്യത്യാസവും റഫറൻസും തുല്യമാകുമ്പോൾ സെർവോ മോട്ടോർ സർക്യൂട്ട് ഓഫ് ചെയ്യും. സെർവോ സ്റ്റെബിലൈസർ ±1% അല്ലെങ്കിൽ ±0.5% കൃത്യതയ്ക്ക് സ്ഥിരമായ വോൾട്ടേജും 10 മുതൽ 30 വോൾട്ട് പെർ സെക്കൻഡ് വരെ ഒരു കറക്ഷൻ റേഞ്ചും നൽകുന്നു. ഒരു സെർവോ സ്റ്റെബിലൈസർ കൂടുതൽ കൃത്യവും ചെലവേറിയതുമാണ്. അതിനാൽ കമ്പ്യൂട്ടറുകൾ, എക്സറോക്സ് മെഷീൻസ്, മെഡിക്കൽ, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ മുതലായ വില കൂടിയ ഉപകരണങ്ങളുമായി ഉപയോഗിക്കുന്നു. അടുത്തത് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോർമർ. കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോർമർ ഫെറോ റെസോണൻ്റ് തത്വത്തിൽ പ്രവർത്തിക്കുന്നു. അപൂരിത ഇരുമ്പ് കോർ ഉള്ള പ്രാഥമിക ഫ്ലക്സിലെ വ്യത്യാസം പൂരിത ഇരുമ്പ് കോർ ഉള്ള ദ്വിതീയ ഫ്ലക്സിനെ ബാധിക്കില്ല. അതിനാൽ സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് പ്രൈമറി വൈൻഡിങ്ങിൽ ഇംപ്രസ്ഡ് വോൾട്ടേജിൽ നിന്ന് താരതമ്യേന സ്വതന്ത്രമായി തുടരുന്നു. ഒരു സാധാരണ ട്രാൻസ്ഫോർമറിൽ പ്രൈമറി സെക്കൻഡറി കോയിലുകൾ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. പ്രൈമറി വോൾട്ടേജിലെ ഏത് മാറ്റവും നമ്പർ ഓഫ് ടേൺസ് അനുപാതത്തിൽ സെക്കൻഡറിയിലേക്ക് നേരിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഒരു CVTയിലെ പ്രൈമറി സെക്കൻഡറി കോയിലുകൾ അയവുള്ളതാണ്. ഫിഗറിൽ കാണിച്ചതുപോലെ ട്രാൻസ്ഫോർമർ കോറിൻ്റെ പ്രത്യേക വിഭാഗങ്ങളിൽ ഇവ ചുറ്റിയിട്ടുണ്ട്. കോയിലുകൾക്കിടയിൽ ഫ്ലക്സ് ഒഴുകുന്നതിനായി ഒരു പ്രത്യേക ഷണ്ട് പാത്ത് നൽകിയിട്ടുണ്ട്. ഷണ്ട് പാത്തിൽ ഒരു എയർ ഗ്യാപ്പ് നൽകിയിട്ടുണ്ട്. സെക്കൻഡറിക്ക് പാരലലായി ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. പ്രൈമറിയിലേക്ക് വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. 0-ൽ നിന്ന് ആരംഭിച്ച് വോൾട്ടേജ് സാവധാനത്തിൽ വർദ്ധിക്കുകയാണെങ്കിൽ തുടക്കത്തിൽ പ്രാഥമിക വോൾട്ടേജ് സൃഷ്ടിക്കുന്ന എല്ലാ ഫ്ലക്സുകളും ട്രാൻസ്ഫോർമർ കോറിൻ്റെ താഴത്തെ പകുതിയിലൂടെ കടന്നുപോകും. കാരണം ഷണ്ട് പാത്തിലെ എയർ ഗ്യാപ്പ് ഈ പാത്തിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുന്നു. ഇത് ഫിഗറിൽ കാണിക്കുന്നുണ്ട്. തൽഫലമായി സെക്കൻഡറി വോൾട്ടേജിൻ്റെ വർധനവ് പ്രൈമറിക്ക് ആനുപാതികമാണ്. സെക്കൻഡറി കോയിലിലെ വോൾട്ടേജ് ഉയരുമ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ കോയിലിൻ്റെ ഇംപിഡൻസ് കപ്പാസിറ്ററിൻ്റെ ഇംപിഡൻസിന് തുല്യമാകും. XL = XC or 2/FL = 1/2πFC. ഇതാണ് കണ്ടീഷൻ. ഈ സമയത്ത് LC സർക്യൂട്ടിൽ ഉയർന്ന വൈദ്യുത പ്രവാഹം ഒഴുകും. ഈ ഉയർന്ന വൈദ്യുതധാര സെക്കൻഡറിയിലുടനീളം പെട്ടെന്നുള്ള വോൾട്ടേജിൽ കലാശിക്കും. ഇങ്ങനെ ട്രാൻസ്ഫോർമറിൻ്റെ കോറ് സാച്ചുറേറ്റ് ആകും. സാച്ചുറേറ്റായി കഴിഞ്ഞാൽ പ്രൈമറി ഭാഗത്ത് നിന്ന് വരുന്ന കൂടുതൽ ഫ്ലക്സ് പ്രവേശിക്കുന്നത് ഇത് തടയുന്നു. അതിനാൽ പ്രാഥമിക വോൾട്ടേജിലെ വർധനവ് മൂലം ഉണ്ടാകുന്ന ഏതെങ്കിലും വർധനവ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ഷണ്ട് പാത്തിലൂടെ നടക്കേണ്ടതുണ്ട്. അതിനാൽ സെക്കൻഡറി വോൾട്ടേജിൽ വളരെ കുറച്ച് വർധനവ് നടക്കുന്നു. ചിത്രത്തിൽ കാണിച്ചതുപോലെ കണക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫീഡ്ബാക്ക് FB വൈൻഡിങ്ങിലൂടെയും ഈ ചെറിയ വർധനവ് അസാധുവാക്കാനാകും. ആവശ്യമായ വോൾട്ടേജ് കുറവാണെങ്കിൽ കപ്പാസിറ്റർ സർക്യൂട്ടിൽ നിന്ന് ഔട്ട്പുട്ട് വൈൻഡിങ് വേർതിരിക്കാനാകും. അല്ലെങ്കിൽ കപ്പാസിറ്ററിൽ നിന്ന് ടാപ്പിംഗ് വഴി പുറത്തെടുക്കാം. CVT HCR വൈദ്യുതി വിതരണം ചെയ്യുന്ന ഉപകരണത്തിന് അനുയോജ്യമല്ലായിരിക്കാം. അല്ലെങ്കിൽ AC സർക്യൂട്ടിൽ ഒരു ഇൻഡക്ടർ അല്ലെങ്കിൽ കപ്പാസിറ്റർ വരുന്നു.
ടി വികൾ, കമ്പ്യൂട്ടറുകൾ, ഫാക്സ് മെഷീനുകൾ തുടങ്ങിയ ഇലക്ട്രോണിക് മെഷീനുകൾക്ക് ഇത് അനുയോജ്യമാണ്. അല്ലെങ്കിൽ എ സി സർക്യൂട്ടിൽ ഒരു ഇൻഡക്ടർ അല്ലെങ്കിൽ കപ്പാസിറ്റർ വരുന്നു. ടി വികൾ, കമ്പ്യൂട്ടറുകൾ, ഫാക്സ് മെഷീനുകൾ തുടങ്ങിയ ഇലക്ട്രോണിക് മെഷീനുകൾക്ക് ഇത് അനുയോജ്യമാണ്. അടുത്തത് ടെസ്റ്റിംഗ് എ സ്റ്റെബിലൈസർ. ഒരു സ്റ്റെബിലൈസർ അതിൻ്റെ ഓപ്പറേറ്റിംഗ് ശ്രേണിക്കായി പരിശോധിക്കുന്നതിന് വോൾട്ട് മീറ്റർ, അമ്മീറ്ററുകൾക്കൊപ്പം വേരിയാക്കും റേറ്റ് ചെയ്ത ലോഡും ആവശ്യമാണ്. സ്റ്റെബിലൈസർ പരിശോധിക്കുന്നതിനുള്ള ഒരു ലളിതമായ സർക്യൂട്ട് ചിത്രം തന്നിരിക്കുന്നു. ഇൻപുട്ട് സ്റ്റെബിലൈസർ വോൾട്ടേജ് എ സിക്ക് കീഴിൽ ടെസ്റ്റ് എ സി സ്റ്റെബിലൈസർ പരീക്ഷിക്കുന്നതിനുള്ള ടൈപ്പിക്കൽ സർക്കിൾ 170 മുതൽ 260 വോൾട്ട് വരെയാണ്, അല്ലെങ്കിൽ 130 മുതൽ 270 വോൾട്ട് വരെ. The output voltage should be satisfied with the specified voltage such as 200 to 240 volt. There should not be any undue heating or failures with the rated load for a continuous working. Okay, thank you.